എന്തായാലും നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഒരു മെയിൻ ആളാണ്. അതെ. ഇന്ന് എന്താ കഴിച്ചേ? ഇന്നിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ബിരിയാണിയാണ് കഴിച്ചത്. ഓക്കെ. ഏത് സ്റ്റൈൽ ബിരിയാണി കഴിച്ചത്? ഞാനൊരു കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണിയാണ് കഴിച്ചത്. കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി. ഓക്കെ. വാസിയുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധം നമ്മളൊരു കഴിഞ്ഞ 3 വർഷമായിട്ട്, അതെ 3-4 വർഷങ്ങളായിട്ടുണ്ട്. ഇത് നമ്മൾ ധൃതി വെച്ചാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ട് നമ്മൾക്കിരുന്ന് ഒരു ചായയും സൊറ പറയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ തുടക്കത്തിൻ്റെ ഒരു കാര്യമാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ സുബിനെ വളരെ റെസ്പെക്റ്റോടെ കാണാം. അതായത് സുബിൻ എന്നെക്കാൾ ഒരുപാട് നല്ല പ്രായമുള്ള ആളാണ്. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. അതായത് സുബിൻ അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഞാൻ സുബിൻ ഇക്കാന്നൊക്കെ വിളിക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ ശരീരം കൊണ്ടൊക്കെ ഞാനാണ് പ്രായം തോന്നിക്കെങ്കിലും ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ പ്ലേറ്റ് തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ MBA പഠിക്കുന്ന സമയത്ത് കോളേജ് വാഗമണ്ണ പഠിച്ചിരുന്നു. ആ സമയത്ത് സാധാരണ ഒരു പേജ് തുടങ്ങി. ഞാൻ പഠിക്കുന്ന കോളേജിൽ ഭക്ഷണം അങ്ങനെ കിട്ടൂല. ഒരു കാട്ടിലെ കോളേജാണ്. ഫുഡ് അവിടുത്തെ ഹോസ്റ്റലിലെ ഫുഡ് മാത്രമേ ഉണ്ടായത്. അപ്പം അങ്ങനെ ഭക്ഷണം തേടി ഇങ്ങനെ നമ്മൾ കുറേ പോവും. വാഗമണ്ണിന്ന് തൊടുപുഴ അല്ലെങ്കിൽ എറണാകുളം, പെരുമ്പാവൂർ, ഈരാറ്റുപേട്ട അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് ഭക്ഷണം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം കിട്ടുന്നത് നമ്മളൊരു ബ്ലോഗിലൂടെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ വന്നിട്ടില്ല. അന്ന് വീഡിയോൻ്റെ ആ ഒരു തരംഗമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയതാണ് പേജ്. അപ്പോൾ അന്ന് പാസ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ പാസിംഗ് സ്പ്ലേറ്റ് ആയി. കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ കോളേജ് MBA ഫൈനലാകുന്ന സമയത്തിന് തുടങ്ങിയതാണ് ഈ പാസിംഗ് സ്പ്ലേറ്റ്. പിന്നെ ജോലിയൊന്നും കിട്ടിയില്ല, പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. ജോലി കിട്ടാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബ്ലോഗിങ് ഒക്കെ ജോലിയാക്കിയത്. ഇതിപ്പോൾ പച്ചയ്ക്ക് കുറേ പേര് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. അതല്ല, നമ്മൾ പറയും പണ്ടൊക്കെ എൻജിനീയറിങ് ഭയങ്കര കോമ്പറ്റീഷൻ്റെ മേഖലയാണ്, അല്ലെങ്കിൽ ജോലി കിട്ടില്ല, ഒരു ആകാശത്തേക്ക് ഒരു സാധനം പറഞ്ഞാൽ ഫുൾ എഞ്ചിനീയർമാരെ തലയൊക്കെ എത്തണം. ഇന്നിപ്പോൾ ബ്ലോഗർമാരെ തലയൊക്കെ എത്തണത് ശരിയല്ലേ? കേരളത്തിലെ ഏക ഫുഡ് ബ്ലോഗർ 1 മില്യൺ കടന്ന് ഞാൻ തോന്നുന്നു ഇപ്പം നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ 1 മില്യൺ ഫോളോവേഴ്സ്. ഞാൻ വേറെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഷോയിലായാലും അങ്ങനെ വഴി വെട്ടി വന്ന് വിജയത്തിലേക്ക് കടന്നു വന്ന ആൾക്കാരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ 1 മില്യൺ നിങ്ങളത് ഫസ്റ്റ് ടച്ച് ചെയ്തപ്പോഴുള്ളൊരു ഫീൽ എന്തായിരുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊന്നും ഈ 1 മില്യൺ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മൾ കാണും. 1 മില്യൺ ഇത് നമ്മളെന്നാവുക, എത്ര വർഷം എടുക്കും എന്നൊക്കെ ആലോചിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സമയത്ത് പിന്നെ നമ്മളതൊരു ഗീവ് അവേ, നമുക്കൊരു എന്താ പറയുക ഇമ്പാക്റ്റ് ആണിതിൽ. അത് ഗീവ് അവേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ പോലും ഗീവ് അവേ കഴിഞ്ഞാൽ സാധാരണ എല്ലാവരിലും ഉണ്ടാവില്ല, ഫോളോവേഴ്സൊക്കെ ഇറങ്ങി പോകാറാണ്. നമ്മളത് അങ്ങനെ പോകുന്നില്ല ആരും. ആ ഒരു അൺഫോളോയിങ് റേറ്റ് വളരെ കുറവാണ് എൻ്റെ പേജിൽ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ഗോയിങ്. നമുക്ക് ശരിക്കും അറിയേണ്ടത് നിങ്ങളുടെ, ഞാൻ തോന്നുന്നു ഇപ്പോൾ ഉമ്മയും നിങ്ങളുടെ ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ പല അവസരത്തിലും കണ്ടിട്ടുണ്ട്. നല്ല രസകരമായ പത്തനംതിട്ട എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ ആ ഒരു ഹോംലി വർത്താനവും ഇപ്പോഴും നിങ്ങളുടെ ബ്ലോഗിലായാലും നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം, ആ ഒരു ടോൺ ഒന്നും മാറ്റിയിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ വീഡിയോസിലും പറയുന്നത്. മെനഞ്ഞാന്ന് ഞാനൊരു വീഡിയോ നിങ്ങളുടെ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സൈക്കിൾ ബൂസ്റ്റിൻ്റെ സൈക്കിൾ ഇവിടെ ജുമേറയിൽ നിന്ന് നിങ്ങളിങ്ങനെ ഓടിക്കുന്ന സീനൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നിങ്ങൾ വളരെ റോ ആയിട്ട് ചെയ്യുന്നൊരു സാധനമാണ് നിങ്ങളുടെ വ്ളോഗ്സിൽ ഞാൻ കൂടുതൽ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഉമ്മ വരാൻ കാരണവും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള നിങ്ങളെ ഈ ഒരു വ്ളോഗിങ് ബന്ധം എങ്ങനെ? വ്ളോഗിങ് ബന്ധം തുടക്കത്തിൽ വളരെ മോശമായിരുന്നു. അതായത് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഫാദർ റിട്ടയർഡ് പ്രൊഫസറാണ്. അപ്പോൾ പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്ന സമയത്ത് ജോലിക്കൊന്നും പോകാത്തതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, എന്തെങ്കിലും ജോലി നോക്കണ്ടേ, പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും വ്ളോഗിങ്ങിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും അങ്ങനെ എത്തിയിട്ടില്ല. ഇതൊരു വരുമാന മാർഗമാക്കാം, അല്ലെങ്കിൽ ഇതിലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്ന കരിയർ ഉണ്ടാവുമെന്ന് കരുതിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം എന്നെക്കാളും കൂടുതൽ നമ്മളെ അറിയുന്ന ചില റിലേറ്റീവ്സാണ് കൂടുതൽ എന്താ പണി, ഒരു പണിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കിയ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആരും ഒന്നും പറയണമെന്നല്ല. ആദ്യമൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, ആദ്യം എത്രത്തോളം സപ്പോർട്ട്, ആദ്യം വളരെ മോശം സപ്പോർട്ടൊക്കെ, ആർക്കും ഇഷ്ടമുണ്ടായില്ല. ഇതെന്ത് ബ്ലോഗ്, കുറേ പേരൊക്കെ പറയും എന്താ വാസിം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ കാണാമല്ലോ. ഞാൻ അറൗണ്ട് പറയുന്നൊരു 8 വർഷം മുമ്പത്തെ കഥയാണ് കേട്ടോ. 2016-17 ടൈമിലാണ് ആ സമയത്തെ കഥയാണ് പറയുന്നത്. അതിനുശേഷം ഈ ഒരു കോവിഡ് സമയത്ത് ഒരു ബൂം വന്നല്ലോ, എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഭയങ്കര ബൂം വന്നു. അതെ, അതിന് ശേഷമാണ്
ഇപ്പോൾ സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.